എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 6ാം ക്ലാസ്സിൻ്റെ 6ാമത്തെ യൂണിറ്റായ ഫ്രം അഗ്രികൾച്ചർ ടു ഇൻഡസ്ട്രി ആ പാഠഭാഗത്തെ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റൊരു കവിതയുടെ വരികൾ കൊടുത്തിട്ടുണ്ട്. വൈലോപ്പിള്ളി ശ്രീധരമേനോൻ എഴുതിയ പന്തങ്ങൾ എന്ന കവിതയിലെ വരികളാണത്. In earlier times, it was land and human labor that people used for agriculture production. To increase production and to make the land fit for cultivation, intensive labor was required. Eventually, sharp and strong tools made of iron were used to prepare more land for cultivation. This helped to increase food production. മനുഷ്യർ തൻ്റെ ചുറ്റുപാടുമായി ബന്ധപ്പെട്ട് കൃഷിയൊക്കെ രൂപപ്പെടുത്തി ആരംഭിച്ചതിനെ കുറിച്ചാണ് വൈലോപ്പിള്ളി കവിതയിലൂടെ പറയുന്നത് കേട്ടോ. ഭൂമി, മനുഷ്യാധ്വാനം എന്നീ ഘടകങ്ങളാണ് ആദ്യകാലത്ത് കൃഷിക്ക് മനുഷ്യർ പ്രയോജനപ്പെടുത്തിയിരുന്നത്. ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും ഭൂമി കൃഷിയോഗ്യമാക്കുന്നതിനും അക്കാലത്ത് കൂടുതൽ അധ്വാനം വേണ്ടി വന്നിരുന്നു. ഇത് കാലക്രമേണ ഇരുമ്പിൽ മൂർച്ചയുള്ളതുമായിട്ടുള്ള ആയുധങ്ങളും ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അവരെന്ത് ചെയ്തു, ഭൂപ്രദേശങ്ങളൊക്കെ കൂടുതലും കൃഷിക്ക് ഉപയോഗിക്കാനായിട്ട് വെട്ടിത്തെളിച്ചെടുത്തു. ഇതെന്ത് ചെയ്തു, ഭക്ഷ്യോൽപാദനം വർദ്ധിക്കാനായിട്ട് സഹായിച്ചു. കൂടുതൽ കൃഷിഭൂമികളായപ്പോൾ ഉൽപാദനം കൂടി. The making of weapons and tools, the expansion of agriculture, the exchange of commodities, the sale of commodities. ഇനി ഇതൊക്കെ ക്രോണോളജിക്കൽ ഓർഡറിലാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. With the expansion of agriculture, production increased, which led to surplus production. People saved the surplus food items for future use. Eventually, they not only stored the food items but also handed it over to those in need. ചിത്രത്തിൽ ആയുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും നിർമ്മാണം, പിന്നെ രണ്ടാമത്തേൽ കൃഷിയുടെ വ്യാപനം, മൂന്നാമത്തേൽ സാധനങ്ങളുടെ കൈമാറ്റം, പിന്നെ സാധനങ്ങളുടെ വിപണനം. ഇതൊക്കെ ഒരു കാലഘട്ടത്തിനനുസരിച്ച് പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ഓർഡറിൽ വേണം. അവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ടല്ലോ, അവിടെ എഴുതാനായിട്ട് കേട്ടോ. ടെസ്റ്റിലുള്ളത് തന്നെ അത് ഓർഡറിലായിട്ട് എഴുതുക, താഴേക്ക് പോയിന്റ്സ് ഇട്ടിട്ട്. ട്രേഡ് എന്ന് പറഞ്ഞാൽ വ്യാപാരം. ട്രേഡ് ഈസ് ദ പ്രോസസ് ഓഫ് എക്സ്ചേഞ്ചിങ് ഗുഡ്സ് ഓർ സർവീസ് ഫോർ റിവാർഡ്. സാധനങ്ങളും സേവനങ്ങളും ചെയ്യുന്നു, അത് ചെയ്ത് നമുക്ക് കൊടുക്കുന്നു. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ പ്രതിഫലം മേടിക്കുന്നതിന് പറയുന്നതാണ് വ്യാപാരം എന്ന്. പ്രതിഫലത്തിലൂടെ നമ്മൾ സാധനങ്ങളും സേവനങ്ങളൊക്കെ ചെയ്യുന്നു. ഇനി നോക്കിയേ, വാട്ട് വാസ് ദ പ്രാക്ടീസ് ഓഫ് എക്സ്ചേഞ്ചിങ് ഗുഡ്സ് ഫോർ അതർ ഗുഡ്സ് നോൺ ആസ്. ഈ സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്തിരുന്ന പണ്ട് പറയുന്ന പേരാണ് ബാർട്ടർ സമ്പ്രദായം. അപ്പോൾ അവിടെ ബാർട്ടർ സിസ്റ്റം കേട്ടോ. Gradually, for the exchanging of goods, coins made of copper, silver and gold were used as a medium of exchange. Handicraft, textiles and spices were the main items of domestic trade. Later on, the exchange of goods also began with distant regions. This led to the formation of new trade routes. Silk Road, which maintained the commercial relationship between the east and west of Asia and between Asia, Europe and Africa was an example for this. ആദ്യകാലത്ത് പ്രാദേശികമായിട്ട് മാത്രമാണ് ഇത്തരം കൈമാറ്റം നിലനിന്നിരുന്നത്. പിന്നീട് ദേശങ്ങൾ കടന്നും ഈ കൈമാറ്റം വ്യാപിച്ചു. ക്രമേണ സാധന കൈമാറ്റത്തിനായി ചെമ്പ്, വെള്ളി, ഗോൾഡ് നിർമ്മിച്ചുള്ള കോയിൻസൊക്കെ വിനിമയം ആദ്യമായിട്ട് ഉപയോഗിച്ചു തുടങ്ങി. പിന്നെ കരകൗശല വസ്തുക്കൾ, ഹാൻഡിക്രാഫ്റ്റ്, പിന്നെ ടെക്സ്റ്റൈൽസ്, സ്പൈസസ് എന്നിവയായിരുന്നു വ്യാപാരത്തിലെ പ്രധാന വസ്തുക്കൾ. സാധനങ്ങളുടെ കൈമാറ്റം പിൽക്കാലത്ത് വിദൂര ദേശങ്ങൾ തമ്മിലും ആരംഭിച്ചു. വിദേശ വ്യാപാരം പുതിയ വ്യാപാര പാതകൾ രൂപപ്പെടുന്നതിന് വഴിയൊരുക്കി. ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ കിഴക്കും പടിഞ്ഞാറും തമ്മിലും ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക എന്നിവ തമ്മിലുമുള്ള വാണിജ്യബന്ധം നിലനിർത്തിയിരുന്ന പട്ടുപാത ഇതിന് ഉദാഹരണമാണ്, എക്സാമ്പിളാണ് കേട്ടോ പട്ടുപാത. എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചർ, സർപ്ലസ് പ്രൊഡക്ഷൻ, സ്റ്റോറേജ് ഓഫ് ഗുഡ്സ്, എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ്, പെയേഴ്സ് മാർക്കറ്റ്, ട്രേഡ് സെൻറ്റേഴ്സ്, സിറ്റീസ്. കൃഷിയുടെ വ്യാപനം, പിന്നെന്താ മിച്ചോൽപാദനം, സംഭരിച്ച് വെച്ചിരുന്നല്ലോ, പിന്നെ അത്
കൃഷിയുടെ വ്യാപനം. കൃഷി വ്യാപകമായപ്പോൾ അവരത് കുറച്ചൊക്കെ ഒന്ന് ഇത് വെച്ചു, സൂക്ഷിച്ചു വെച്ചു. പിന്നെയാണ് സംഭരണത്തിലേക്ക് പോയത്. അത് മിച്ചോൽപാദനം, പിന്നെ ഉൽപ്പന്ന സംഭരണം. പിന്നെ അത് എന്ത് ചെയ്തു, ആ ഉൽപ്പന്ന പ്രോഡക്റ്റ് എന്ത് ചെയ്തു, അവർ കൈമാറ്റം ചെയ്ത് എക്സ്ചേഞ്ച് ചെയ്തു. പിന്നെ അത് ചന്തകൾ, അങ്ങാടികളായിട്ട് മാറി. പിന്നെ വലിയ വലിയ കച്ചവട കേന്ദ്രങ്ങളും നഗരങ്ങളായിട്ട് മാറി. ഒരു 3 ചിത്രം കണ്ട. ആദ്യത്തേൽ തേയില നുള്ളിയെടുക്കുന്നതാണ്. പിന്നെ അത് ഫാക്ടറിയിൽ എത്തിച്ച്, പിന്നെ അത് വീടുകളിൽ ടീ പാക്കറ്റായിട്ട് എത്തുന്നതാണ്. ഒരു 3 സ്റ്റേജിലൂടെയാണ് അതൊക്കെ കടന്നു പോകുന്നത്. പ്രൈമറി സെക്ടർ, സെക്കൻഡറി, ടെറിട്ടറി സെക്ടർ. 3 മേഖലകളിൽ കൂടിയാണ് ഇതൊക്കെ കടന്ന് ഇങ്ങനെ പോകുന്നത്. ആദ്യം ഈ ലീവ്സൊക്കെ പ്ലക്ക് ചെയ്തവർ തേയിലയുടെ പ്ലാന്റ്സ്, ലീഫ് അത് പ്ലക്ക് ചെയ്തെടുക്കും. പിന്നെ അത് ഫാക്ടറിയിൽ കൊണ്ടുപോയിട്ട് അവരത് ടീ പൗഡറാക്കി മാറ്റും. പിന്നെ ടീ പൗഡർ ഈസ് പാക്ക്ഡ് ഇൻ പൗച്ചസ്. അത് ട്രാൻസ്പോർട്ടഡ് ബൈ വെഹിക്കിൾസ് ടു ഷോപ്പ് നിയർ അവർ ഹോംസ്. നമ്മുടെ വീട്ടിലേക്കും വണ്ടികളിൽ എത്തിക്കും. വീട്ടിലേക്കും വീടിൻ്റെ അടുത്തുള്ള ഷോപ്പിലേക്കൊക്കെ എത്തിക്കും. പ്രൈമറി സെക്ടറിൻ്റെ ഉദാഹരണമാണ് അഗ്രികൾച്ചർ, ഫോറസ്ട്രി, മൈനിങ്, ഫിഷറീസ്. സെക്കൻഡറിക്ക് എന്താ എക്സാമ്പിളാണ് പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, കൺസ്ട്രക്ഷൻ. ടെറിട്ടറിയിൽ വരുന്നതാണ് ബാങ്കിങ്, ഹെൽത്ത് കെയർ, കമ്മ്യൂണിക്കേഷൻ എക്സെട്ര. അതാണ് പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. സാമ്പത്തിക പ്രവർത്തനങ്ങളെ വിഭജിച്ചിരിക്കുകയാണ് ഈ 3 മേഖലയായിട്ട്. പ്രകൃതിയിലത്തെ വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല. അതാണ് പ്രൈമറി സെക്ടർ. അതിൽ ഉദാഹരണമാണ് കൃഷി, വനപരിപാലനം, ഖനനം, പിന്നെ ഫിഷറീസ്, മത്സ്യബന്ധനമൊക്കെ. ദ്വിതീയ മേഖല എന്ന് പറഞ്ഞാൽ പിന്നെ പ്രാഥമിക മേഖലയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയാണ് സെക്കൻഡറി. അതിൻ്റെ എക്സാമ്പിളാണ് വൈദ്യുതോൽപാദനം, ടെക്സ്റ്റൈൽസ്, വ്യവസായം, കെട്ടിട നിർമ്മാണമൊക്കെ. പിന്നെ തൃതീയ മേഖലയിൽ വരുന്നതാണ് പ്രാഥമിക, ദ്വിതീയ മേഖലകളിൽ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് പിന്തുണ പ്രദാനം ചെയ്യുന്ന മേഖലയാണ് തൃതീയ മേഖല. പ്രാഥമിക, ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതും വിതരണം ചെയ്യുന്നതുമൊപ്പം വിവിധ സേവന പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ നടക്കുന്നുണ്ട്. അതിന് എക്സാമ്പിളാണ് ബാങ്കിങ്, ആരോഗ്യരംഗം, കമ്മ്യൂണിക്കേഷൻ, വാർത്താവിനിമയ രംഗമൊക്കെ. ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ ഇടാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.